വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഈ സീരീസിൽ വളരെ കുറച്ച് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ സെന്റൻസസ് ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? ക്യാ, കഹാ, കബ്, കിസ്ക, കിസ്ലിയെ, കോൺസ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു 10-15 ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിവിഷൻ. ഓക്കെ, ശരി. ആദ്യം തന്നെ ഞാനൊരു സെന്റൻസ് പറയാം. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ഏത് യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കണം കേട്ടോ. നീ ഇന്നലെ അവിടെ വന്നിരുന്നോ? നീ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ അവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിട്ട് ക്വസ്റ്റ്യൻ, അത് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഒന്നും ചിന്തിക്കണ്ട, അതിന്റെ മലയാളം ഒന്ന് ചിന്തിച്ചാൽ മതി. എങ്ങനെയാ? താങ്കൾ ഇന്നലെ അവിടെ വന്നിരുന്നോ? ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേർഡാ വരുന്നേ? ക്യാ. അപ്പൊ നമ്മൾ ക്യാ മുൻപിൽ വെച്ച് സംസാരിക്കുക അല്ലെ. ക്യാ ആപ് കൽ വഹാം ആയേ ഥേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാ ആപ് കൽ നിങ്ങൾ ഇന്നലെ വഹാം അവിടെ ആയേ ഥേ കഴിഞ്ഞു പോയ കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ക്യാ ആപ് കൽ വഹാം ആയേ ഥേ, നീ ഇന്നലെ അവിടെ വന്നിരുന്നോ എന്നാണ്. ഇനി പറഞ്ഞാൽ നിനക്ക് എപ്പോൾ പോകണം? നിനക്ക് എപ്പോൾ പോകണം? നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത്? കബ്. കബ് എപ്പോൾ. ആപ്കോ കബ് ജാനാ ഹേ പോകണം. ആപ്കോ കബ് ജാനാ ഹേ, നിനക്ക് താങ്കൾക്ക് എപ്പോൾ പോകണം. മനസ്സിലായോ? ഓക്കെ, അടുത്തത് അത് എവിടെയാണ് വെച്ചത്? അത് എവിടെയാണ് വെച്ചത്? ഏത് ക്വസ്റ്റ്യൻ വേർഡാ വരുന്നത്? കഹ അല്ലെ, എവിടെ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ള സെന്റൻസുകൾ തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ വളരെയധികം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ റിവിഷനിൽ എടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ വോ കഹ റക്ക, വെക്കുക എന്ന് പറഞ്ഞാൽ റക്കന അല്ലേ. വോ കഹ റക്ക, എവിടെയാണ് വെച്ചിരുന്നത് എന്നാവുമ്പോ വോ കഹാ റക്കാത്ത, നീ അത് എവിടെയാണ് വെച്ചിരുന്നത്? വോ കഹാ റക്കാത്ത. മനസ്സിലായോ? ശരി. ഇനിയിപ്പോ നമ്മൾ കുഞ്ഞിനോട് ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ കരയുന്നേ? എന്തിനാ, അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ. ക്യൂ, ക്യൂ അല്ലേ. ആപ് ക്യൂ റോ രേ, റോ രേ എന്ന് ഷോർട്ട്, റോ രഹാ ഹേ, ആപ് ക്യൂ റോ രഹാ ഹേ എന്നാണ് കേട്ടോ. ആപ് ക്യൂ റോ രഹാ ഹേ അല്ലെങ്കിൽ ആപ് ക്യൂ റോ രേ, എന്തിനാ കരയണേ? മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ക്യാ, കഹാ, ക്യൂ, കബ്, ഇതെല്ലാം യൂസ് ചെയ്തു അല്ലെ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇതിലേതാ ക്വസ്റ്റ്യൻ വേർഡ്? എങ്ങനെ അല്ലെ. അപ്പൊ ഇതിലേതാ വരിക? കേസെ. കേസെ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഏ കേസെ ബനായ, ഇത് എങ്ങനെ ഉണ്ടാക്കി? ഏ കേസെ ബനായ, ഏ കേസെ ബനായ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്. മനസ്സിലായോ? ഇനി അത് ആരാണ്? അത് ആരാണ്? അവിടെ എന്താ വരുന്നത്? ആര്, കോൺ. അപ്പൊ വോ കോനെ, വോ കോനെ, അതാരാ എന്ന് ചോദിക്കില്ലേ. ഇനി ഇതാരാണ് ചെയ്തത്? ഇത് ആരാണ് ചെയ്തത്? അപ്പൊ നമ്മളിവിടെ എന്താ പറയുന്നത്? ഏ കോൺ കിയ, ഇത് ആര് ചെയ്തു എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ കൂടുതൽ നമുക്ക് സ്യൂട്ടായി വരുന്നത് ഏ കിസ്നെ കിയ. ഏ കിസ്നെ, ഇതാരാ ചെയ്തേ? ഏ കിസ്നെ കിയ, ഇതാരാണ് ചെയ്തത്. ഇവിടെ നമ്മൾ കിസ്നെ. ഇനി ഏ കോൺ കിയ എന്ന് ചോദിച്ചു എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ കാരണം ഇത് രണ്ടിന്റെ അർത്ഥം ഏകദേശം ഒന്നാണ് അല്ലെ. പക്ഷെ നമ്മൾ അതാരാണ് വരുന്നത്, അവിടെ നമ്മൾ വോ കോൻ ആരേന്ന് തന്നെ യൂസ് ചെയ്യണം. വോ കിസ്നെ ആരേന്ന് യൂസ് ചെയ്യരുത്. മനസ്സിലായോ? അതാണ് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ്. കോൻ എന്നുള്ളത് നമുക്ക് രണ്ട് സെന്റൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കിസ്നെ എന്നുള്ളത് എല്ലാ സെന്റൻസിലും കോണിന് പകരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുപോലെ ഒരു എക്സാമ്പിള്, അപ്പൊ കോൻ മാരാ, ആരാ അടിച്ചേ? അപ്പൊ കോൻ മാരാ, കിസ്നെ മാരാ, ആരാ അടിച്ചേ? മനസ്സിലായോ? അപ്പൊ ഈ രണ്ടിടത്തിലും നമുക്ക് കോനും കിസ്നെയും ഈ സെന്റൻസിൽ വെച്ചു. അതാ ഞാൻ പറഞ്ഞേ,
ഈ രണ്ട് സെന്റൻസ് നമുക്ക് മാറ്റി പ്രയോഗിക്കാൻ പറ്റും, പക്ഷെ എല്ലാ സെന്റൻസിനും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ശരി. അതുപോലെ തന്നെ ഒരു സെന്റൻസ്, ആ കട എവിടെയാണ്? ആ കട എവിടെയാണ്? ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു അല്ലെ, എവിടെ വെച്ച് കഹാ റക്ക അല്ലെ, എവിടെ കഹ. അപ്പൊ അതിനോട് സ്യൂട്ട് ആയിട്ട് വരുന്ന മറ്റൊരു വേർഡാണ് കിദർ. വോ ദുക്കാൻ കിദറെ, വോ ദുക്കാൻ കിദറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട എവിടെയാണ്. ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ് വോ ദുക്കാൻ കഹാ ഹെ എന്ന് ചോദിച്ചാലും ആ കട എവിടെയാണെന്നാണ്. പക്ഷെ നമുക്കത് ഞാൻ അന്നും പറഞ്ഞിരുന്നു, നമുക്ക് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സിറ്റുവേഷനിൽ ഏത് വേർഡാണ് ആപ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് കേട്ടോ. പക്ഷെ ഇപ്പൊ കഹാന്ന് വെച്ചു അല്ലെങ്കിൽ കിദർന്ന് പറഞ്ഞു, ഇതിൽ ഏത് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ആപ്നെ കിദർ റക്ക എന്ന് ചോദിച്ചാലും എന്താ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത കഹാ റക്ക എന്ന് തന്നെയാണ്. മനസ്സിലായോ? ഇതിപ്പോ എന്താണ്, വോ ദുക്കാൻ കിദറെ, ആ കട എവിടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ കഹാന്ന് പറഞ്ഞു പോയത് ഒരു തെറ്റുമില്ല. ഓക്കെ, ശരി. അടുത്തത്, താങ്കൾ എന്തിനാണ് വന്നത്? താങ്കൾ എന്തിനാണ് വന്നത് എങ്ങനെയാ പറയാ? ഏത് വേർഡാ വരിക? എന്തിനാണ്? കിസ്ലിയെ. ആ കിസ്ലിയായെ, എന്തിനാ വന്നേ? ആ കിസ്ലിയായെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്തിനാണ് വന്നത്. പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ് തന്നത്? ഇപ്പൊ എൻ്റെ ഒരു സാധനം തന്നു, ഇത് ആർക്ക് വേണ്ടിയിട്ടാ നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ അവിടെ എന്താ വന്നേ? കിസ്കേലിയെ. ഇവിടെ കിസ്ലിയെ എന്നാ പറഞ്ഞത് അല്ലേ? താങ്കൾ എന്തിനാണ് വന്നത്? എന്തിന്? കിസ്ലിയെ. പക്ഷെ ആർക്കു വേണ്ടിയാണ്? കിസ്കേലിയെ. മനസ്സിലായോ? ये किसके लिए दिया है, ये किसके लिए दिया എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കു വേണ്ടിയാണ് തന്നത്. മനസ്സിലായോ? ശരി. അടുത്തത്, ഇത് ആരുടെയാണ്? ഇത് ആരുടെയാണ്. അപ്പൊ ആരുടെ എന്നുള്ള വാക്ക് കിസ്ക. ഓക്കെ, യേ കിസ്ക ഹെ, യേ കിസ്ക ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെയാണ്. അതുപോലെ തന്നെ ഇത് ആർക്ക് കൊടുക്കണം? ഇത് ആർക്ക് കൊടുക്കണം. അപ്പൊ ആരുടെ എന്നല്ല, ആർക്ക് എന്നായി. ഈസിയാണ്. കിസ്കോ, കിസ്ക, കിസ്കോ. കോ എന്ന് വന്നു. കോ എന്ന് പറഞ്ഞാൽ അവന്, ഉസ്കോ ദേദോ, അവന് കൊടുക്കൂ അല്ലെ. അപ്പോ കിസ്കോ എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് കേട്ടോ. കിസ്കോ ദേനായ, കൊടുക്കണം. ഇത് ആർക്ക് കൊടുക്കണം? യേ കിസ്കോ ദേനായ. മനസ്സിലായോ? ഇതാണ് കിസ്ക, കിസ്കോ. ഇനി അടുത്തത്, നിനക്ക് ഇതിൽ നിന്നും ഏത് വേണം? താങ്കൾക്ക് ഇതിൽ നിന്നും ഏത് വേണം നമ്മൾ ചോദിക്കില്ലേ, ഇതിൽ നിന്ന് ഏത് വേണം. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാ വന്നെ മലയാളത്തില്? ഏത് അല്ലെ. ഏതിന് ഹിന്ദിയിൽ പറയുന്നത് എന്താ? കോൺസ. കോൺസ, ഏത് വേണം? കോൺസ ചായേ. അപ്പോ താങ്കൾക്ക് ഇതിൽ നിന്നും ഏത് വേണം? ആപ്കോ ഇതിൽ നിന്നും, ഇസ്മേം സേ, ഇസ്മേം സേ, ഇതിൽ നിന്നും ഏത് വേണം? കോൺസ ചായേ. ആപ്കോ ഇസ്മേം സേ കോൺസ ചായേ, താങ്കൾക്ക് ഇതിൽ നിന്നും ഏത് വേണം. ഇനി കോൺസ ദുക്കാൻ സെ ലേനാ ഹെ, കോൺസ ദുക്കാൻ സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കടയിൽ നിന്നും. ഖരീദനാ ഹെ, വാങ്ങണം. ഖരീദന എന്ന് പറഞ്ഞാൽ വാങ്ങുക അല്ലെ. ലേനാന്നും പറയാം കേട്ടോ, നമ്മൾ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ലേനാന്നും പറയാം. കോൺസ ദുക്കാൻ സെ ഖരീദനാ ഹെ, ഏത് കടയിൽ നിന്നും വാങ്ങണം. ഓക്കെ, ശരി. അടുത്തൊരു സെന്റൻസ് നമ്മളിങ്ങനെ പറയില്ലേ, ആളെ ഏത് ടൈപ്പാ? അതിനർത്ഥം ഏത് തരത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഏത് തരത്തിലുള്ളതാണ്. അതാണ് അതിന്റെ കറക്റ്റ് മലയാളം. ഏത് ആളെ ഏത് ടൈപ്പാന്ന് ചോദിക്കില്ല, ആ വ്യക്തി ഏത് ടൈപ്പാ. അതിന് നമ്മൾ എങ്ങനെ ചോദിക്കുക ഹിന്ദിയിൽ? ഏത് തരത്തിലുള്ള. കിസ് തരഹ്ക, കിസ് തരഹ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ वो किस तरह का आदमी है, वो किस तरह का आदमी है, അദ്ദേഹം ഏത് തരത്തിലുള്ള വ്യക്തിയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ്? वो किस तरह का आदमी है. ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ് ഏത് വഴി പോകണം, ഏത് വഴി പോകണം. അവിടേക്ക് എത്താനായിട്ട്, ആ കടയിലോട്ട് എത്താനായിട്ട് ഏത് വഴി പോകണം. അപ്പൊ എങ്ങനെയാ ചോദിക്കുക? കിസ് തരഹ് സേ. അവിടെ കിസ് തരഹ് സേ എന്നുള്ള വേർഡാ വരിക കേട്ടോ. കിസ് തരഹ് സേ ജാനാ ഹെ. ഇപ്പൊ നമ്മള് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആരോടും ചോദിക്കുകയാണ് നമ്മൾ കൺഫ്യൂഷൻ ആയിട്ട്, ഏത് വഴി പോകണം, അവിടേക്ക് ഏത് വഴി പോകണം, കിസ് തരഹ് സേ ജാനാ ഹെ എന്ന് ചോദിക്കാം.
മനസ്സിലായോ? അപ്പോൾ കിസ് തരഹ കാ കിസ് തരഹ സെ. ഓക്കെ, ശരി. ഇനി ലാസ്റ്റ് സെന്റൻസ് കിത്തന കിത്തനെ വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം കിത്തന എന്ന് പറയുന്നത് ഹൗ മച്ച് എന്നാണ്, മനസ്സിലായോ? കിത്തനെ എന്ന് പറയുന്നത് ഹൗ മെനി എന്നാണ്. മനസ്സിലാക്കി തരാം. ഇപ്പോൾ കിത്തനെ എന്ന് യൂസ് ചെയ്യുന്നത് നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളെ പറയുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ, താങ്കളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, എത്ര പൈസ ഉണ്ട് നമ്മൾ ചോദിക്കില്ലേ? ആപ്കെ പാസ് കിത്തനെ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ എത്ര പെന്നുണ്ട്, നിന്റെ കയ്യിൽ എത്ര പെന്നുണ്ട്? ആപ്കെ പാസ് കിത്തനെ പെൻ ഹെ, കലം ഹെ, അതാണ്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത് കിത്തനെ എന്നാണ്. ഇനി കൗണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ഇപ്പൊ നമ്മൾ പറയാണ് എത്ര നല്ലതാണ്, എത്ര നല്ലത്. അപ്പൊ നമ്മൾ കിത്തനെ അച്ഛ എന്നല്ല പറയാ, കിത്തന അച്ഛാ ഹെ, അവിടെയാണ് ആ കിത്തന വരുന്നത്. ഇത് ചെറിയ ഗ്രാമറാണ്, നമുക്ക് പഠിച്ചെടുക്കാം, ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കിത്തനെ വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഒന്നിലധികമാണ് കിത്തനെ, മനസ്സിലായോ? അതുപോലെ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെയൊക്കെ നമ്മൾ എന്താ പറയാ, കിത്തന. കിത്തന അച്ഛാ ഹെ, കിത്തന ഊഞ്ചാ ഹെ. ഊഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് അല്ലെ, അപ്പൊ കിത്തന ഊഞ്ചാ ഹെ, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കിത്തന. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മളൊന്ന്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-15 മേലെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ റിവിഷൻ ചെയ്തു. ഇനി എന്താ, നാളെ അടുത്ത ക്ലാസ് നമ്മുടെ ഫൈനലാണ്, 60 ഡേയ്സിലെ ഫൈനൽ ക്ലാസ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ആ ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.